ഭവനത്തിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളുണ്ടാകാം, ശരീരത്തിന് നേരിടുന്ന ബുദ്ധിമുട്ടുകളുണ്ടാകാം, മാനസികമായ പ്രയാസങ്ങളുണ്ടാകാം. ആ ഒരു മേഖലയിൽ വരുമ്പോൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ യാക്കോബ് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് അടിയൻ ഷെയർ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. 2-ാം ലേഖനത്തിൽ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ മുഖപക്ഷം കാണിക്കുന്നത് പാപമാണെന്ന് വ്യക്തമായി പറയുന്നു. അത് ഏതിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കട്ടെ, നമ്മുടെ പെരുമാറ്റത്തിലോ നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ നോട്ടത്തിലോ ഒക്കെ മുഖപക്ഷം കാണിക്കാതെ ആയിരിക്കേണ്ടത് വളരെ പ്രാധാന്യമാണ്. കാരണം ഇവിടെ എടുത്തിരിക്കുന്ന ഉദാഹരണം പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചു വരുന്ന ധനവാനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വരുന്ന ദരിദ്രനെ പറ്റിയാണ്. പക്ഷേ നമ്മൾ ദരിദ്രനോട് മുഖപക്ഷം കാണിച്ചാൽ ദൈവം പറയുന്നു ദരിദ്രന്മാരെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അവരെ വിശ്വാസത്തിൽ സമ്പന്നരാകുവാനും രാജ്യത്തിന് അവകാശികളാക്കുവാനും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല, നമ്മൾ പാർഷ്യാലിറ്റി വയ്ക്കുന്നത് നമ്മളുടേതായ കാഴ്ചപ്പാടിലും നമ്മളുടേതായ അടിസ്ഥാനത്തിലുമാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും മുഖപക്ഷം കാണിക്കാൻ പാടില്ല. ഇനി 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തിലെ എല്ലാം, അതിൽ നമ്മളെല്ലാം അനുസരിച്ച് നടക്കുമ്പോൾ ഒന്ന് നമ്മൾ ലംഘിച്ചാൽ എല്ലാത്തിനും നമ്മൾ കുറ്റക്കാരനായി തീരും എന്ന വചനം വ്യക്തമായി പറയുന്നു. അപ്പോൾ വചനത്തിലെ ഒരു കാര്യം പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളോട് കർത്താവ് നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട, ദൈവഹിത പ്രകാരം ജീവിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എല്ലാം നമ്മൾ ഒരുപോലെ അനുസരിക്കേണ്ടതാകുന്നു. ഒന്ന് ചെറുത് മറ്റേത് വലുതെന്നല്ല, ഒരുപോലെ എല്ലാത്തിനും പ്രാധാന്യമുള്ളതാണ്. എങ്ങനെ നമുക്കതനുസരിച്ച് ജീവിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ കൃപ അത് അധികം ധാരാളമാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുവാനും ദൈവം പറയുന്നത് പോലെ ജീവിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ കൃപയിൽ ആശ്രയിച്ചാൽ നമുക്ക് കർത്താവ് പറയുന്നത് പോലെ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കും. ആമേൻ. ഇനി 12 ഒരു വാക്യം പറയുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ. ആമേൻ. ന്യായപ്രമാണം, ഈ വചനം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമാണമാണ്. അതിനെ വളരെ ചിന്തിപ്പിച്ചു. ഈ പ്രമാണത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന് അടിമപ്പെടുകയല്ല, നമ്മൾ ഒരിക്കലും അടിമയായ ഒരു അനുഭവമല്ല നമുക്ക് തരുന്നത്. പിന്നെയോ അത് വലിയ സന്തോഷം, നിത്യജീവനിലേക്കുള്ളൊരു സന്തോഷം, സമാധാനം, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പക്കലുള്ള സമാധാനം സന്തോഷവുമാണ് ഈ വചനത്തിൻ്റെ പരിജ്ഞാനത്താൽ ഈ വചനം നമ്മൾ പ്രമാണിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ! അതെത്ര വലിയൊരു സന്തോഷമാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമാണമാകുന്ന ഈ പ്രമാണത്താൽ നമ്മൾ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ നമ്മൾ നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും അതനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തണമെന്ന് ആ വാക്യത്തിൽ നമ്മളോട് ദൈവം സംസാരിക്കുകയാണ്. 13-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ആവോളം കരുണ നമ്മൾ നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ നോട്ടത്തിലും ഒക്കെ നമ്മൾ പ്രവർത്തിക്കേണ്ടതാണെന്ന് വീണ്ടും പറയുന്നു. 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള കണക്ഷനാണ് പറയുന്നത്. നമ്മൾ ഒരുത്തരോട്, ഒരു നഗ്നനായ അഹോവൃത്തിക്ക് വകയില്ലാത്തവരോട് നമ്മൾ ചെന്ന് പറയുകയാണ്, പോയി തീ കായ്ക്കോ വിശപ്പടക്കോ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പറഞ്ഞു വിടുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ നല്ല പ്രവൃത്തി നമ്മൾ അവിടെ ചെയ്യുന്നില്ല. നമ്മളെ കൊണ്ട് ആവാവുന്ന വണ്ണം അവരെ സഹായിക്കുന്നതാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ നല്ല പ്രവൃത്തി. 2-ാമത്തെ കാര്യം ഇവിടെ പറയുന്നത് അബ്രഹാമിൻ്റെ കാര്യമാണ്. അബ്രഹാമിനോട് ദൈവം ഇസഹാക്കിനെ യാഗമായി അർപ്പിക്കുവാൻ പറയുമ്പോൾ അബ്രഹാം വിശ്വാസത്തോടെ അത് ചെയ്തു. അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു, ആ ചാരത്തിൽ നിന്നും തൻ്റെ മകനെ വീണ്ടെടുക്കുവാനുള്ള സർവശക്തനായ ദൈവത്തെയാണ് താൻ സേവിക്കുന്നത്. ആമേൻ. എന്ന് പറഞ്ഞ ആ വിശ്വാസത്തിൽ താൻ പേടിച്ച് മാറുകയല്ല ചെയ്തത്, പിന്നെയോ അവൻ തൻ്റെ വിശ്വാസത്തെ പ്രവർത്തിച്ചു. ഹി ആക്റ്റഡ് ഔട്ട് ഹിസ് ഫെയ്ത്ത്. അവൻ്റെ വിശ്വാസം തൻ്റെ പ്രവൃത്തിയാലായിരുന്നു പൂർണ്ണമായത്. അവൻ ദൈവം പറഞ്ഞതുവരെ ചെയ്തു, യാഗം കഴിക്കുന്നവരെ കത്തി വരെ താൻ എടുത്തു. അത്രത്തോളം തൻ്റെ വിശ്വാസത്തെ പ്രവൃത്തിയാൽ താൻ അവിടെ ഫുൾഫിൽ ചെയ്തു, നിവൃത്തിയാക്കി. ഇതിൽ നിന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് എന്താ? നമ്മളുടെ വിശ്വാസത്തിൽ ഗുഡ് ഡീഡ്സ് ഉണ്ടാകണം, നല്ല പ്രവൃത്തികൾ ഉണ്ടാകണം. വിശ്വാസത്തിൽ നമ്മൾ പേടിച്ചിരിക്കാമെന്നല്ലാതെ അത് നമ്മുടെ പഠന ജീവിതത്തിലായിരിക്കാം, നമ്മുടെ ജോലി ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളുണ്ടാകാം, ശരീരത്തിന് നേരിടുന്ന ബുദ്ധിമുട്ടുകളുണ്ടാകാം, മാനസികമായ പ്രയാസങ്ങളുണ്ടാകാം. ആ ഒരു മേഖലയിൽ വരുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ദൈവം കരുതും എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾ അതനുസരിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കണം എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു നിമിഷത്തിൽ നമ്മൾക്കത് അന്നേരം തോന്നിയില്ലെങ്കിലും ഇപ്പോൾ നമ്മളത് ധ്യാനിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു മർമ്മം
നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഈ വചനം വലിയൊരു ആയുധമായി നമുക്ക് അവിടെ ഇത് നിവർത്തിക്കുവാൻ പറ്റും. ദൈവം നമ്മളെ കരുതും. അതനുസരിച്ച് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കണം. അതുപോലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് വിശ്വാസമുണ്ട്, അവരെ ദൈവം വിടുവിക്കും. പക്ഷേ നമ്മളെ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ അവരോട് നമ്മൾ കരുണയോടെ മുഖപക്ഷം കാണിക്കാതെ നല്ല പ്രവർത്തികളെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു.